ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ലഭിക്കുന്ന ഒരു പ്രചാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം ഇതൊരു PPP പ്രോജക്റ്റിൽ ആണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഈ PPP പ്രോജക്റ്റ് കൊണ്ടുവന്നത്? ഇവിടെയാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. ഈ പദ്ധതി യഥാർത്ഥത്തിൽ 91 പറഞ്ഞതുപോലെ MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ, കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഴിഞ്ഞവും ആലപ്പുഴയും അഴീക്കലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തുറമുഖത്തെക്കുറിച്ചുള്ള സാധ്യതാ പഠനം നടത്തിയിരിക്കുകയും ഇവിടെ ഒരു പത്തേമാരി കൊണ്ടിറക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊരു കസ്റ്റം സ്പോട്ടായിട്ടാണ് അതിന് പിന്നീട് കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നതും ആ രീതിയിൽ മാത്രമാണ് അത് പ്രവർത്തിച്ചു പോകുന്നതും. ഈ രീതിയിൽ ഇത്രയും വലിയ ഒരു ട്രാൻസ്ഷിപ്പ് ടെർമിനലായി അതിനെ വിഭാവനം ചെയ്യുന്നത് 1996 EK മന്ത്രിസഭാ കാലത്ത് അന്ന് നടത്തിയ പഠനമാണ് അന്ന് ഇത്രയും വലിയ സാധ്യതകൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഒറ്റ ചോദ്യമുള്ളൂ, MV രാഘവന്റെ കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെന്റൽ ആഘാത പഠനം നടത്തിയിരുന്നോ? ഫീസിബിലിറ്റി സ്റ്റഡി ഇതിനകത്ത് എന്താ നടത്തിയത്? വലിയ തുറയിലുള്ള ഡിക്രൂസിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പത്തേമാരി ഗുജറാത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ, അതുപോയി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് എന്ത് സാധ്യതാ പഠനമാണ് 91 K കരുണാകരൻ നടത്തിയത്? അപ്പം നടത്തിയിട്ടില്ല. എന്നാൽ നോക്കൂ, EK നായനാരിന്റെ മന്ത്രിസഭയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കുമാർ കൺസോർഷ്യവുമായിട്ട് നേരത്തെ ഒപ്പുവെച്ച് MOU വിശദമായി പരിശോധിച്ച് ടെൻഡർ വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വരുന്ന AK ആന്റണി സർക്കാരിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ ആ പദ്ധതി അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാവുന്നു. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാൽ തീരദേശവാസികളുടെ പ്രശ്നം, പരിസ്ഥിതി ആഘാതം എന്തായിരുന്നു? അന്ന് VS അച്യുതാനന്ദന്റെ കാലത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തപ്പോൾ ജയറാം രമേശിന്റെ റിപ്പോർട്ട്, ജയറാം രമേശ് അതിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തുമ്പോൾ അതിന് ക്ലിയറൻസ് കൊടുക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് തൊട്ടടുത്ത് കുളച്ചിലും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ എയർപോർട്ടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇത് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരാണ്. ജയറാം രമേശ് അന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് VSന്റെ കാലത്ത് ഇതിന് പരിസ്ഥിതി ക്ലിയറൻസ് നിഷേധിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് 1996 EK നായനാർ മന്ത്രിസഭ, അതിനുശേഷം VS അച്യുതാനന്ദൻ മന്ത്രിസഭ. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇന്നിപ്പോ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയെ നിങ്ങൾ ഭയക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസിന് VSന്റെ കാലഘട്ടത്തിൽ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നടത്തിയ നീക്കങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ? ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഈ പദ്ധതി ഒരു ലാൻഡ് ലോഡ് മോഡൽ കൊണ്ടുപോകാം എന്ന് LDF സർക്കാരല്ലേ തീരുമാനിക്കുന്നത്? എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? 24% ഓഹരിയോടുകൂടി ആദ്യ വർഷം തന്നെ ലാഭവിഹിതം കിട്ടുന്ന തരത്തിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരും പൂർണ്ണമായിട്ടും ലാൻഡ് ലോഡ് മാതൃകയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പാക്കുമെന്നല്ലേ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത്? VS മുന്നോട്ട് കൊണ്ടുവന്ന പദ്ധതി, അതിലെ ലാൻഡ് ലോഡ് പ്രോജക്റ്റ് മാതൃകയെ PPP മാതൃകയാക്കി മാറ്റിയത് ആരാണ്? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അത് ഉമ്മൻചാണ്ടിയാണ്. ഏതു സാഹചര്യത്തിലാണെന്ന് മാറ്റിയത്? അദാനി ഈ ടെൻഡർ ഏറ്റെടുക്കാൻ വേണ്ടി എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാമോ ആ വിട്ടുവീഴ്ചകളെല്ലാം കൊടുത്തതിനു ശേഷമാണ്. ഏതെങ്കിലും മന്ത്രിസഭയിൽ ഈ PPP മോഡലായിട്ട് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനമില്ല. നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. പകരം ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനമാണ് ലാൻഡ് ലോഡ് മാതൃകയിൽ നിന്ന് PPP മാതൃകയിലേക്ക് പ്രോജക്റ്റ് മാറ്റുന്നു. അതും ബെനിഫിറ്റ് ആർക്കാണ്? 2045 പൂർത്തിയാവുന്ന പ്രോജക്റ്റാണിത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മെമ്മോറാണ്ടം അനുസരിച്ച് 2045 എന്നാണ് സംസ്ഥാന സർക്കാരിന് വിഹിതം കിട്ടിത്തുടങ്ങുക. 19 വർഷവും കഴിഞ്ഞ് 20ാമത്തെ വർഷം മുതൽ 1% കേരളത്തിന് വിഹിതം കിട്ടിത്തുടങ്ങുക. ഈ പദ്ധതിയുടെ 70% മുടക്കുന്നതാരാ? സംസ്ഥാന സർക്കാർ. ഇങ്ങനൊരു പദ്ധതി CAG റിപ്പോർട്ടിൽ അതിൽ ആരോപണം ഉന്നയിച്ചത് സാഹചര്യത്തിൽ പ്രതിപക്ഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? സ്വാഭാവികമായും അതിൽ ദുരൂഹതകളുണ്ട്. ആ പ്രോജക്റ്റ് എങ്ങനെയാണ് 5 കമ്പനികൾ ടെൻഡർ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന ഘട്ടത്തിൽ അദാനിയുമായിട്ട് വളരെ പെട്ടെന്ന് ഒരു ചർച്ച KV തോമസിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നു. അതിൽ അദാനി ആവശ്യപ്പെട്ട എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നു. സ്വാഭാവികമായും CAGയുടെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു, അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രോജക്റ്റ് ആരുടേതാണ് എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് 1996 EK നായനാരിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാക്കിയിരുന്ന ഈ പ്രോജക്റ്റിന്റെ വലിയൊരു ഡിസൈൻ ഉണ്ടായിരുന്നു, ഒരു പഠനമുണ്ടായിരുന്നു. ആ പഠനമാണ്
യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിനെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വിശാലാർത്ഥത്തിലുള്ള ഒരു പ്രോജക്റ്റാക്കി മാറ്റാനുള്ള സാധ്യത മുന്നിലേക്ക് വെക്കുന്നത്. അതിനുശേഷം വരുന്ന VS സർക്കാരിന്റെ കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള വിശാലമായ പഠനം ഉണ്ടാവുന്നത്. മാത്രമല്ല, സൂം കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു കമ്പനി ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തില്ലേ, അതിനെന്തുകൊണ്ടാണ് ക്ലിയറൻസ് നിഷേധിച്ചത്? ആരാ ക്ലിയറൻസ് നിഷേധിച്ചത്? ആദ്യം ക്ലിയറൻസ് നിഷേധിക്കുന്നത് കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുമ്പോൾ സൂം കൺസോർഷ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു എതിർപ്പുണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞ് ലാൻകോ കൊണ്ടപ്പള്ളി വരുന്നുണ്ടല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ലാൻകോ കൊണ്ടപ്പള്ളി ഈ പ്രോജക്റ്റുമായിട്ട് വരുമ്പോൾ 115 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൊടുത്തുകൊണ്ടാണ് നെഗറ്റീവ് ടെൻഡറാണ് വരുത്തുന്നത്. ലാൻകോ കൊണ്ടപ്പള്ളിയെ കേരളത്തിൽ നിന്ന് ആരാണ് ആട്ടിപ്പായിച്ചത്? എന്താണ് ലാൻകോ കൊണ്ടപ്പള്ളി വരുന്ന സമയത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ കാര്യത്തിൽ ജയറാം രമേശും അതിനുള്ള അനുമതി നിഷേധിക്കുന്നു. തുടർച്ചയായി കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം പരിസ്ഥിതി ക്ലിയറൻസ്, പിന്നീട് മിലിറ്ററി ക്ലിയറൻസ് രണ്ടും നിഷേധിച്ചത് VSന്റെ കാലത്തല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുശേഷമല്ലേ എന്നിട്ടും ഒരു ഗ്ലോബൽ മീറ്റ് വിളിച്ചു വരുത്തിയത് VS സർക്കാരിന്റെ കാലത്തല്ലേ? ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആകെയുള്ള ഒരു ആഗോള മീറ്റ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ VSന്റെ കാലത്താണ്. ആ സമയത്തല്ലേ പദ്ധതി ഏറ്റെടുക്കാൻ നിരവധി കമ്പനികൾ രംഗത്ത് വരുന്നത്? പക്ഷേ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ അതിൽ നിന്ന് ലാൻകോ കൊണ്ടപ്പള്ളി അത്ഭുതകരമായി പിൻവാങ്ങുകയായിരുന്നു. അതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്, ഞാൻ ആ കഥകളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2011 പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, 2012 പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, 2013 ആരാ തെരുവിലിറങ്ങുന്നത്? 212 ദിവസം സമരം കിടക്കുന്നത് ആരാ? കേരളത്തിലെ ഇടതുപക്ഷം സമരം ചെയ്യുന്നു. കേരളത്തിലെ BJP അടക്കമുള്ള കക്ഷികൾ ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങണമെന്ന് പറയുന്നു. 2014 ആകുമ്പോൾ കേന്ദ്രത്തിൽ മാറ്റം വരുന്നു. കേന്ദ്രത്തിൽ ആര് വരുന്നു? നരേന്ദ്രമോദി സർക്കാർ വരുന്നു. അദാനി പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ആ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോവുകയും പദ്ധതി ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിന്റെ സ്വഭാവം തന്നെ മാറുന്നത്. ലാൻഡ് ലോഡ് മാതൃകയിൽ നിന്ന് PPP മാതൃകയായിട്ട് മാറുന്നത്. ആ സാഹചര്യത്തിലാണ് CPM പിന്നീട് വിമർശനം ഉന്നയിക്കുന്നതും. പിന്നീട് അതിനുശേഷം ഈ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്ലോസുകൾ മാറി. ഇന്നിപ്പോൾ 2045 പൂർത്തിയാകേണ്ട പദ്ധതി 2020 പൂർത്തിയാവുന്നു, 28 പൂർത്തിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2029 മുതൽ തന്നെ അതിന്റെ വിഹിതം കേരള സർക്കാരിന് കിട്ടത്തക്ക രീതിയിൽ, കമ്പനിക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റ് മാറ്റി എഴുതപ്പെടുന്നു എന്നുള്ളതാണ്. ആ പ്രോജക്റ്റ് ഒരു വലിയ ഡിസൈനായി മാറുകയാണ്. നമ്മുടെ ദേശീയപാതകൾ വികസിക്കുന്നു, അതുവഴിയുള്ള കണ്ടെയ്നർ റോഡുകളിലൂടെ കണ്ടെയ്നർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ചർച്ചയുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല.